ദൈവത്തിന് മഹത്വം. ഉൽപ്പത്തിയുടെ പുസ്തകം 31 അധ്യായം 42 എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലാതിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. യാക്കോബ് ലാബാനോട് പറയുന്ന വാക്കുകളാണിത്. യാക്കോബിൻ്റെ യാത്രയിൽ ഗിലെയാദ് പർവ്വതത്തിൽ വച്ച് യാക്കോബിനെ നേരിടേണ്ടതിന് ലാബാൻ തൻ്റെ ദാസന്മാരുമായി പിറകാലെ ഓടി അടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം രാത്രി സ്വപ്നത്തിൽ ലാബാനോട് പറഞ്ഞു, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്നു. 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി യാക്കോബിനെ ഒരു അടിമയെപ്പോലെ ലാബാൻ തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ മാത്രം ഉപയോഗിച്ച് ജീവിതത്തിൻ്റെ വലിയ ഉത്തരവാദിത്വങ്ങളും ഭാരങ്ങളും ഏറി രാത്രികൾ ഉറക്കമില്ലാതെ ക്ഷീണം കൊണ്ട് ശീതം കൊണ്ടും തൻ്റെ ശരീരം ക്ഷയിച്ചപ്പോൾ പകൽ വെയിലുകൊണ്ട് താൻ ക്ഷീണിതനായപ്പോൾ തനിക്ക് ആഹാരമോ കുടിക്കുവാൻ വെള്ളമോ ഇല്ലാതെ ആടുകളെ ഉത്തരവാദിത്തോടെ താൻ നോക്കി ലാബാനെ സേവിച്ചു എങ്കിലും തനിക്ക് അർഹമായ പ്രതിഫലം കൊടുക്കാതെ യാക്കോബിനെ ഞെരുക്കുന്ന ലാബാന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുവാൻ ദൈവകൽപ്പനയുണ്ടായി. എന്നാൽ പിന്തുടരുന്ന ലാബാൻ യാക്കോബിനുള്ളതിനെയെല്ലാം കൈവശപ്പെടുത്തുവാൻ അവൻ അവകാശപ്പെട്ടതൊന്നും വിട്ടുകൊടുക്കാതെ അവനെ വെറുതെ അയച്ചു കളയുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ തൻ്റെ ദൈവം, തൻ്റെ പിതാക്കന്മാരുടെ ഭയമായവൻ, അവർ ആരാധിച്ചു പോകുന്ന ദൈവം യാക്കോബിന് വേണ്ടി ഇറങ്ങി വന്നു. എല്ലാ കാലങ്ങളിലും അധ്വാനിക്കുന്ന ജനത്തിൻ്റെ അധ്വാന ഫലങ്ങളെ പിടിച്ചു വയ്ക്കുന്ന, ചൂഷണം ചെയ്യുന്ന, അപഹരിച്ചു കൊണ്ടുപോകുന്ന, കവർച്ച ചെയ്യുന്ന, നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രതികൂല ശക്തി ഉണ്ട്. എന്നാൽ ആ ശക്തിയുടെ എല്ലാം നടുവിൽ തൻ്റെ ജനത്തിന് അവകാശങ്ങളെ കൊടുക്കുവാൻ ദൈവം ന്യായം പ്രവർത്തിക്കുന്നു. മിസ്രൈമിലായിരുന്ന ഇസ്രായേൽ കുടുംബങ്ങൾക്ക് കട്ടച്ചൂളകളിൽ അധ്വാനിച്ചതിന് ബലമില്ലാതിരിക്കുമ്പോൾ അവരുടെ യാത്രയിൽ ദൈവം അവർക്ക് വേണ്ടത് മിസ്രൈമിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുവാൻ അനുവദിക്കുകയാണ്. മിദ്യാന്യർ കൊയ്തു കൊണ്ടുപോകുന്നതിനെ തിരിച്ചു പിടിക്കുവാൻ ഗിദെയോനെ ദൈവം അധികാരപ്പെടുത്തുകയാണ്. ഇവിടെ യാക്കോബിൻ്റെ പ്രയത്നഫലവും അവൻ്റെ അധ്വാന ഫലങ്ങളെയും പ്രതിഫലങ്ങളെയും മാറ്റി ഇല്ലാതാക്കുവാൻ നോക്കിയ ലാബാന്റെ ശക്തിയുടെ മുൻപിൽ യഹോവ ന്യായം വിധിച്ച് അവൻ്റെ അവകാശത്തെ ദൈവം വേർതിരിച്ചു കൊടുക്കുന്നു. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ല എന്ന വചനപ്രകാരം അധ്വാന ഫലങ്ങളെയും അവകാശപ്പെട്ട ഉയർച്ചകളെയും പ്രൊമോഷനുകളെയും അപ്രിസിയേഷനെയും തടഞ്ഞു വെച്ചും
അധ്വാന ഫലങ്ങളും പ്രയത്നങ്ങളെ നിഷ്ഫലമാക്കി കളവാൻ പിന്തുടരുന്ന ലാബാന്റെ ശക്തിയുടെ പിൻപിൽ ഇന്നത്തെ ദിവസം നമ്മുടെ ഭയമായ, നമ്മുടെ ആരാധ്യനായ നമ്മുടെ കർത്താവ് ഇറങ്ങി വെളിപ്പെടുന്നു. ആ ദൈവം ഈ ദിവസം ന്യായം വിധിച്ച് നമുക്കുള്ളതിനെ നമുക്ക് അവകാശമാക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ദിവസം ജനത്തെ അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.